വെറും പച്ച വെള്ളത്തിലേക്ക് ഈ ബ്രെഡ് ഇങ്ങനെ കുതിർത്തി വെച്ചിട്ട് ദാ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യമാന്നേ, ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 4 ബ്രെഡ് എന്താ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് കുതിർത്തിയെടുക്കാം. ഇനി ഈ പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചീവിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ശർക്കരയും ബ്രെഡും ഒക്കെ നല്ലപോലെ വെന്തളിഞ്ഞ് വരുന്ന ദാ ഈ ഒരു പരുവത്തിൽ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി ഒരു 5 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കുറച്ചായി നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് നെയ്യിൽ വറുത്ത് വെച്ച് കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി പാനിൽ നിന്ന് വിട്ടുവരുന്നതായി ഈ ഒരു സമയം തീ ഓഫ് ചെയ്യാം. ഇനി നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്ത് മുകളിലായി നമ്മുടെ ബ്രെഡ് മിക്സും ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെച്ചത് ഇതുപോലെ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുത്ത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് ഇഷ്ടാനുസരണം മുറിച്ച് കഴിക്കാം. കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എന്ത് എളുപ്പമാണ് ഒരു ബ്രെഡ് ഹൽവ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലും നോക്കിയിരിക്കുന്ന കിച്ചണും ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിക്കോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.